പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 12 ഞായറാഴ്ച രാവിലെ തന്നെ എന്താണ് യുഎഇയിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിശേഷങ്ങൾ ആരായുകയുണ്ടായല്ലോ. വെളുപ്പാങ്കാലത്തെ ശബ്ദം കേട്ടു. അതെന്താണ്? NCMA അതോറിറ്റി, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇതൊക്കെ തന്നെ അലർട്ട് വഴിയും പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ യുഎഇയുടെ ബോർഡർ എവിടെയാണോ അതിന് പുറത്ത് വെച്ച് തന്നെ പുറത്തുനിന്ന് വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ യുഎഇയുടെ സിസ്റ്റത്തിന് കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് അറിയിപ്പായിട്ട് ആധികാരികമായിട്ടുള്ള മെസ്സേജായി വന്നത്. അക്കാര്യത്തിൽ ആർക്കും ഒരു പരിക്കോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായോ റിപ്പോർട്ടില്ല. മെയ് 4-ാം തീയതി ആയിരുന്നല്ലോ, ഒരു 69 ദിവസം മുമ്പാണ് ഇങ്ങനെ തത്തുല്യമായ സംഭവങ്ങളൊക്കെ അവസാനമുണ്ടായത്. ആ 69 ദിവസത്തിന് ശേഷം ഇപ്പോഴുണ്ടായതൊരു വാർത്താ പ്രാധാന്യം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആശങ്കയ്ക്കും അടിത്തറയില്ലാത്ത വിധം കൃത്യമായും അതിനെ അതിർത്തിക്ക് പുറത്തു വെച്ച് തന്നെ നിർവീര്യമാക്കിയെന്ന അഭിമാനത്തോടു കൂടി മിനിസ്ട്രി ഓഫ് ഡിഫൻസും NCMA എന്ന അതോറിറ്റിയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. കുറച്ചു പേർക്കെങ്കിലും രാവിലെ 6:37 കൂടി അങ്ങനെ ഒരു മെസ്സേജ് വരികയും ചെയ്തു. ഈ കേട്ട ശബ്ദങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ തന്നെ ആ സന്ദേശം വളരെ ഉപകരിക്കുകയും ചെയ്തു. സൗദി അറേബ്യ ഒഴികെ ഗൾഫിലെ മിക്ക രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള മിസൈൽ വരലും അല്ലെങ്കിൽ ഡ്രോണുകൾ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനെല്ലാം ശക്തമായി UAE അപലപിച്ചു. ജോർദാന് നേർക്കും ഇങ്ങനെ സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു ചില അപ്ഡേറ്റുകൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. US സെൻട്രൽ കമാൻഡ് പറയുന്നത് ഹോർമൂസ് അടച്ചിട്ടിരിക്കുന്നു എന്ന ഇറാന്റെ വാദത്തിന് യാതൊരു അടിത്തറയുമില്ല. കൊമേഴ്ഷ്യൽ കപ്പലുകൾ എണ്ണയുമായി ഗ്യാസുമായി അതുവഴി ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്നാണ്. പക്ഷെ ഇറാൻ തിരിച്ചാണ് പറയുന്നത്. സെൻട്രൽ കമാൻഡ് പറയുന്നു ഇറാൻ ഇപ്പോൾ ഹോർമൂസിന് മേൽ പ്രത്യേകിച്ചുള്ള കൺട്രോൾ ഇല്ലാത്ത വണ്ണമാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നാണ്. ഇതിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഇത്തരം അവകാശവാദങ്ങൾ, ഇതിലൊക്കെ എന്തെങ്കിലും അടിത്തറ ഉണ്ടോ ഇല്ലയോ, സത്യമാണോ ഇല്ലയോ, ഇക്കാര്യങ്ങളൊക്കെ പിന്നീട് കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ വാർത്തകളായും അപ്ഡേറ്റുകളായും കിട്ടുന്നത് രണ്ടു കൂട്ടരുടെയും അവകാശവാദങ്ങളാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇന്നലെ രാത്രിയിലും ഇറാന്റെ പല സൈനിക കേന്ദ്രങ്ങൾക്ക് മേലെയും അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് നടത്തി എന്നതും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നാവിക ഉദ്യോഗസ്ഥൻ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നതും ഇറാന്റെ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് രാവിലെ. ജൂലൈ 6 മുതൽ 11 വരെ എന്തൊക്കെയാണോ ഹോർമൂസ് കടലിടുക്കിന്റെ മേഖലയിൽ പോയ കപ്പലുകൾക്ക് മേൽ ഇറാൻ നടത്തിയ ആക്രമണം, അതിൻ്റെയൊക്കെ തിരിച്ചടി കഴിഞ്ഞ രാത്രിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൊടുത്തു എന്ന അവകാശവാദം US സെൻട്രൽ കമാൻഡ് പറയുകയാണ്. ഇന്ത്യൻ പതാക വഹിച്ച ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന് വാർത്ത വന്നിരുന്നല്ലോ. അതിൽ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോഴും മിസ്സിംഗ് ആണെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. 10 പേരെ രക്ഷപ്പെടുത്താൻ പറ്റി എന്നും ഈ ഹോർമൂസ് കടലിടുക്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടായി വരികയാണ്. ഇതിനിടെ തന്ത്രപ്രധാനമായ നീക്കമാണോ, പുതിയ സ്ട്രാറ്റജിയാണോ? ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ അലി, അദ്ദേഹം നാളെ വാഷിംഗ്ടണിൽ ഒരു ഉന്നതതല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. പറഞ്ഞു കേൾക്കുന്നത് പല അമേരിക്കൻ കമ്പനികളെയും ഇറാഖിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇറാഖിന്റെ എണ്ണയും ഗ്യാസും വിൽക്കാനുള്ള പുതിയ ധാരണാപത്രങ്ങൾ അമേരിക്കയുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നതാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? നയം മാറ്റത്തിന്റെ സൂചനയുണ്ടോ? പുതിയ എന്തെങ്കിലുമാണോ അതിലെ ധാരണ? ഇതൊന്നും വ്യക്തമല്ലെങ്കിലും നാളെ ഇറാഖിന്റെ പ്രധാനമന്ത്രി വാഷിംഗ്ടണിൽ സമ്മേളനത്തിന് വേണ്ടി എത്തുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് നമുക്ക് ഈ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കാം. കുറച്ച് ദിവസങ്ങളായി ഒരു സമാധാനത്തിന്റെ നിഴലാട്ടം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ ഇതൊക്കെ സജീവമായി ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്ക ഇവിടെ അവകാശപ്പെടുന്നത് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് ആരുടെയും അവകാശവാദത്തിലോ അധീനതയിലോ അല്ല. പൊതുവായിട്ട് മലർക്കെ തുറന്നു കിടക്കുന്ന സാഹചര്യമാണ്. കപ്പലുകൾക്ക് കടന്നു പോകാം, വിലക്കയറ്റം ഉണ്ടാകുമെന്ന പ്രശ്നമൊന്നുമില്ല, ആളുകൾക്ക് എണ്ണയും ഗ്യാസും ഒക്കെ കിട്ടുമെന്നാണ്. പക്ഷേ ഇറാൻ അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും പുതിയ റൂട്ടുകൾ ഹോർമൂസ് കടലിടുക്കിൽ ഏതെങ്കിലും കപ്പൽ നെറ്റ്വർക്കോ ഏതെങ്കിലും രാജ്യമോ ശ്രമിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകും. അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ, യൂറോപ്പിലെ ചില നേതാക്കന്മാരടക്കമുള്ളവർ തങ്ങളുടെ ടാർഗറ്റിൽ പെടുന്നതാണ്. അവർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിച്ചിരിക്കും എന്ന് ഇറാനും അവകാശപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ജൂലൈ 12 കടന്നു പോകുന്നത്.
Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Fisherman's Hub, Hashim Hypermarket.